ജയന്റൻ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ പട്ടിയാല. ഇത് പഞ്ചാബിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല തിക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറിയാണിത്. കാഷ്യൂനട്ട് പേസ്റ്റും ഫ്രഷ് ക്രീമും ഒക്കെ ചേർന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത്. തന്തൂരി റൊട്ടി, നാൻ, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആണ്. എരിവ് അധികം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പോലും നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെ പലതവണ ചേർക്കുന്നത് കൊണ്ട് ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് പരിചയപ്പെടുത്തുന്നില്ല. ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പട്ടിയാലയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ച 1 കിലോ ചിക്കനാണിത്. ചിക്കൻ പട്ടിയാല ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ചുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. 3/4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാനുണ്ട്. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, പട്ടയുടെ 2-3 ചെറിയ കഷ്ണം എന്നിവ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർക്കാം. 1 കിലോ ചിക്കന് 4 വലിയ സവാളയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. 1 സവാള വലിയ കഷ്ണങ്ങളാക്കി പിന്നീട് നമ്മൾ വഴറ്റി ചേർക്കുന്നുമുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയുടെ കളറ് നന്നായി മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതുവരെയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ മാറ്റി വെച്ച ഭാഗം നമുക്ക് ചിക്കൻ വെന്തതിന് ശേഷം കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ മസാലയുടെ പകുതി ഭാഗം എടുത്ത് മാറ്റി വെച്ചു. ബാക്കി പകുതിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1-2 മിനിറ്റ് വേവിക്കാം. ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു പാനിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റി ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അതുവരെയും ചിക്കൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില ചേർക്കാം. മല്ലിയില ഉപ്പ് ചേർത്തൊന്ന് തിരുമ്മി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർക്കാം. അതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും സവാളയും ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർക്കാം. കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണിത്. അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് വെന്ത് വരുന്ന ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, സവാള, കാഷ്യൂനട്ട് പേസ്റ്റ്, സ്പൈസസ് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണിത്. ഇത് ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കറിയുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ആദ്യം നമ്മൾ വഴറ്റി പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചിട്ട് എല്ലാ മസാലയുടെയും ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടി 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം കൂടി നന്നായി തിളച്ച് അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇറങ്ങി നല്ലൊരു തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കാഷ്യൂനട്ട് പേസ്റ്റും സ്പൈസസും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഒരു വെറൈറ്റി ചിക്കൻ കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാൻ, തന്തൂരി റൊട്ടി, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ
ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. കാഷ്യൂനട്ട് പേസ്റ്റും ക്രീമും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം എരിവില്ലാത്ത ഒരു കറിയാണിത്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ചിക്കൻ പട്ടിയാല ഓർഡർ ചെയ്യുമ്പോൾ ഒരു എഗ് ഓംലെറ്റിൽ ഫോൾഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കറി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.